ഇന്ന് എനിക്ക് വെയ്യെങ്കിലും ഞാനൊരു വീഡിയോ ഇടാനും അതിന് വോയിസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ. പനിയൊക്കെ ആയത് കാരണം മേലും കൈയും കാലും ഒക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിച്ചു എന്ന് പറയാൻ പറ്റില്ല, നല്ല തിളച്ച വെള്ളത്തിലൊന്ന് അങ്ങ് കുളിച്ചു. മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ ഇത് പറയണത്. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. എനിക്ക് കൊടുക്കാൻ സാധിക്കാത്തൊരു സംഖ്യ ഞാൻ ഒരാളേക്കൊന്നും വാങ്ങിക്കൂല. എനിക്കത് മുന്നോട്ട് പോകുമോ ഇല്ലേ എന്ന് ഞാൻ എൻ്റെ മനസ്സിലിരുത്തി തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഞാനൊരു ബാധ്യത വരുത്തി വെക്കുള്ളൂ. അങ്ങനെ ഒരു ഫോൺ ചെയ്തെടുക്കില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ല. അവരെല്ലാ വിഷമങ്ങളും നമ്മൾ കേട്ട് പിന്നെ ചില കണക്കുകളൊക്കെ നമ്മൾ കിട്ടില്ല എന്ന് കണ്ടാൽ എത്ര നമ്മൾ പിന്നാലൊന്നും കിട്ടില്ല എന്ന് കണ്ടാൽ നമ്മളങ്ങ് എഴുതി തള്ളു. പറഞ്ഞതും ഇവരെ ഭാവം അങ്ങ് മാറിട്ടോ. ഇവരെടുത്തേക്ക് എന്നോട് ചോദിക്കാം, നീ ഇപ്പോൾ ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിച്ചിട്ടോ അല്ലെങ്കിൽ വാടക കൊടുത്തിട്ട് ഇടങ്ങറായിട്ടോ ഒന്നുമല്ലോ പുതിയ വീട് വെച്ചത്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡൈൻമൈ ലൈഫാണ് കേട്ടോ. ഒരാഴ്ചയായിട്ട് പനിയും തലവേദനയും തൊണ്ടവേദനയൊക്കെ ആയത് അതിൻ്റെ സൗണ്ടിനൊക്കെ നല്ല മാറ്റം കേട്ടോ. ഇപ്പോഴും ശരിക്കും അങ്ങ് മാറിയിട്ടില്ല. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ എന്ന്. അപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. എന്നാൽ വായോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാവേ. അപ്പോൾ പനിയും തലവേദനയൊക്കെ ആയത് തന്നെ എന്നൊരു വയ്യാത്ത മൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓടി നടന്ന ഒരുപാട് ജോലികളിയാളെ മൂടൊന്നും ഇന്നില്ല. അപ്പോൾ കുറച്ച് അലസമായിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് സമയം ഫോണിലൊക്കെ കളിച്ച് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ എന്നത്തെയും പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡേ ആണ് കേട്ടോ, സൺഡേ ആണ്. എല്ലാ സൺഡേ എനിക്ക് ഊട്ടി പോകണൊരു മൂഡായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും വയ്യാത്ത കാരണം എവിടെയും പോകണില്ല. അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്ത് വീട്ടിലങ്ങ് അടങ്ങി ഒതുങ്ങിയിരിക്കാമെന്ന് വെച്ചു. ഇന്ന് എനിക്ക് വെയ്യെങ്കിലും ഞാനൊരു വീഡിയോ ഇടാനും അതിന് വോയിസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ, പറയാവേ. അങ്ങനെ കുറച്ച് സമയം ഫോണിലൊക്കെ കളിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങ് ഇരുന്നു. അപ്പോൾ ഇനിയും ആസ്വദിക്കാനിരുന്നാൽ കഴിക്കാൻ സമയത്തൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മളങ്ങനെ തനിച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലേ, അത് വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിലപ്പോൾ വയ്യാത്ത സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഒരു നല്ലൊരു കഞ്ഞി ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. കാരണം അതൊക്കെ നമുക്ക് നമ്മളെ മാതാപിതാക്കളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന പുണ്യമാണല്ലേ. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന് പോയിട്ട് നല്ലൊരു ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാവേ. അപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ അങ്ങ് പമ്പ കിടക്കും. പനിയൊക്കെ ആയത് കാരണം മേലും കൈയും കാലും ഒക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിച്ചു എന്ന് പറയാൻ പറ്റില്ല, നല്ല തിളച്ച വെള്ളത്തിലൊന്ന് അങ്ങ് കുളിച്ചു കേട്ടോ. അപ്പോൾ ഇനി നേരെ നമുക്ക് കിച്ചണിലോട്ട് പോകാവേ. ഞാൻ ഈ വീഡിയോയിലും നമ്മളെ ഷോർട്ട് വീഡിയോയിലും എല്ലാം ഉപയോഗിക്കുന്ന ഡ്രസ്സുകളെല്ലാം നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതായിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ നൈറ്റൊക്കെ നമ്മളെ ഷോപ്പിൽ തന്നെ ഉള്ളതാണ്. ഇതൊന്നും ചോദിക്കരുത്, ഇതൊന്നും നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ഇല്ല കേട്ടോ. ഈ ഒരു മോഡലൊക്കെ നമുക്കൊരു 300 പീസോളം ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കഴിഞ്ഞൊരു പെരുന്നാളിൽ വന്നൊരു മോഡലാണ്. അപ്പോൾ അന്നത്തെ അതിൻ്റെ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അന്ന് തന്നെ എടുത്തൊരു മോഡലാട്ടോ. ഈ ഒരു പീസ് മാത്രമേ ഇതിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫുള്ളായിട്ട് സ്റ്റോക്ക് ഔട്ടായി പോയിരുന്നു. ഇത് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പരസ്യത്തിന് വേണ്ടി ഞാൻ അന്നേ എടുത്തതായിരുന്നു. ഇപ്പോഴും ഇതിന് യാതൊരുവിധ പ്രശ്നവുമല്ല മെറ്റീരിയലിന്. ഇതെല്ലാം 3/4 സ്ലീവ് ഉണ്ട് കേട്ടോ. ഞാനെപ്പോഴും ഹാഫ് സ്ലീവാണ് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാഫ് ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ മോഡലും 3/4 ആയിട്ടും ഫുൾ സ്ലീവായിട്ടും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാവേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ചിക്കൻ, മുളക് പൊടി ഒന്നും ഇടാതെ മല്ലിപ്പൊടി ഒന്നും ഇടാതെ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു നെയ്ച്ചോറും ചിക്കൻ കറി ആട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, അതാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കിച്ചണിലെത്തിയപ്പോഴാണ് പച്ചമുളകില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഞാൻ സാധാ ചിക്കൻ കറിയിലേക്ക് അങ്ങ് മാറ്റി. അപ്പോൾ ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വരാവേ. അപ്പോൾ നമുക്ക് അടുത്തറിയണ ഒരാൾ കേട്ടോ, നമ്മളെ നന്നായിട്ട് അറിയണ ഒരാൾ എന്നോട് ഈടായിട്ട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഞാനിവിടെ പറയണത്. ഒരിക്കലും ഞാനത് കളവ് പറയേ അല്ലെങ്കിൽ എന്തെങ്കിലും നേടാൻ വേണ്ടി പറയല്ല കേട്ടോ. മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ ഇത് പറയണത്. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി, അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ഇനിയിപ്പോൾ എന്നോട് അങ്ങനെ സംസാരിക്കാനുണ്ടായ കാരണം ഞാൻ ആദ്യം പറയാവേ, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമുക്ക് അടുത്തറിയണ ഒരാൾക്ക് ഞാൻ കുറച്ച് ക്യാഷ് കടം കൊടുത്തു. എനിക്ക് ആ ഒരു ക്യാഷ് 23-ാം തീയതി മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വെച്ചു ഓക്കെ എടുത്തോ, എനിക്ക് 23-ാം തീയതി തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതവർക്ക് ഞാൻ കൊടുത്തു. 23-ാം തീയതി ആയി, 24-ാം തീയതി ആയി, 25-ാം തീയതി ആയി, 26-ാം തീയതി ആയി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടും എനിക്ക് കാശ് തിരിച്ചു കിട്ടണില്ല കേട്ടോ. നമ്മളൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ഒക്കെ നമുക്ക് തിരിമറിയൊക്കെ എല്ലാവർക്കും വേണ്ടി വരും. കാരണം നമ്മൾ എല്ലാപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ ചെയ്യുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ക്യാഷിൻ്റെ ഡീലിങ്സ് വളരെ കറക്റ്റായിരിക്കും കേട്ടോ. എനിക്ക് കൊടുക്കാൻ സാധിക്കാത്തൊരു സംഖ്യ ഞാൻ ഒരാളേക്കൊന്നും വാങ്ങിക്കൂല. എനിക്കത് മുന്നോട്ട് പോകുമോ ഇല്ലേ എന്ന് ഞാൻ എൻ്റെ മനസ്സിലിരുത്തി തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഞാനൊരു ബാധ്യത വരുത്തി വയ്ക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഈ ഒരു ക്യാഷ്, ഇതിനെ മറിക്കാൻ വെച്ച ക്യാഷ് എനിക്ക് കുറേ മാസങ്ങളായിട്ട് ഇത് കിട്ടാതെ പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേരിൽ കുറച്ച് ബാധ്യതകൾ വന്നു കേട്ടോ.
അങ്ങനെ ഒരു ഫോൺ ചെയ്തെടുക്കില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ല. അവരെല്ലാ വിഷമങ്ങളും നമ്മൾ കേട്ട് കേട്ട് നമ്മൾ കൊടുത്ത കാശ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് അങ്ങ് പാടുപെട്ടു കേട്ടോ. കാരണം ഒരു പ്രാവശ്യം പോലും ഫോൺ എടുത്തോ ഒന്ന് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും പറ്റത്തുള്ളൂ. ആ കാശ് എനിക്ക് സമയത്ത് കിട്ടാത്ത കാരണം ഞാൻ കുറച്ച് നഷ്ടം വരുത്തിയിട്ടാണ് പിന്നീട് ആ കാശ് കൊടുത്തേട്ടോ. കാരണം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ പിന്നീട് ആ കാശ് കൊടുത്തിട്ടുണ്ടാകുക. പക്ഷെ നമ്മളെ ഫോണിൽ നിന്ന് എത്ര വിളിച്ചാലും ഈ ഫോൺ എടുക്കില്ല. അങ്ങനെ ഞാൻ മോൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടോ. അവരോരോ പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ച കാശ് ഞാൻ ഏറ്റവും കിട്ടാത്തൊരവസ്ഥ കേട്ടോ. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഒന്നിച്ചു കൊടുത്തൊരു കാശ് കേട്ടോ. നായ ജീവൻ പോണ പോലെ അതിൻ്റെ പകുതി നമുക്ക് കിട്ടിയിട്ടോ. പകുതി പിന്നെയും പെൻഡിങ് ആയി കിടക്കുകയാണ് കേട്ടോ. കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ല. ഫോണും എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ തരില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ അറിയണതല്ലേ, ഇനിയിപ്പോൾ അന്ന് മുഷിയേണ്ടാന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരുന്നു. കാരണം ഫോൾട്ട് നമ്മളേലാണല്ലോ, കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ. പിന്നെ ചില കണക്കുകളൊക്കെ നമ്മൾ കിട്ടില്ല എന്ന് കണ്ടാൽ എത്ര നമ്മൾ പിന്നാലെ കിട്ടില്ല എന്ന് കണ്ടാൽ നമ്മളങ്ങ് എഴുതി തള്ളുമല്ലോ. അങ്ങനെ എഴുതി തള്ളിയിട്ടോ ബാക്കി. അപ്പോൾ ഈടായിട്ട് പിന്നെയും അവരൊന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ അതിനോട് കുറച്ചുകൂടി ക്യാഷ് തരുമോ, അത്യാവശ്യം അത് തന്നെ തരാൻ പറ്റാണ്ടിരുന്നേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ലോക്കായതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ കയ്യിൽ കാശൊന്നുമില്ല, എനിക്കിങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കയ്യിൽ കാശൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് ഓക്കെ പറഞ്ഞിട്ട് വെച്ചു. എന്നിട്ട് പിന്നെ കുറേ പ്രാവശ്യം പിന്നെയും വിളിച്ചിട്ടോ, ഒരുപാട് പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഞാൻ ക്യാഷ് ചോദിക്കാനാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുക്കാണ്ടിരുന്നു കേട്ടോ. സത്യാവസ്ഥ പറയാലോ, ഞാൻ എടുക്കാണ്ടിരുന്നു പറഞ്ഞിട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാഷ് ഒന്നും വേണ്ട, കുറച്ച് ഗോൾഡ് എന്തെങ്കിലും പണയം വെക്കാൻ തരുമോ എന്ന് ചോദിച്ചിട്ടോ. അങ്ങനെ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഇവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ സാധാ നെയ്ച്ചോർക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഷിനു ഷോപ്പിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇപ്പം പോകണില്ല, ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം വീഡിയോ ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പത്തിന് പനിയൊക്കെ ഒന്ന് കുറയുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. ഒരു 2 മാസത്തിനെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗോൾഡ് ചോദിച്ചത്. 23-ാം തീയതി തരാമെന്ന് പറഞ്ഞിട്ടുള്ള ക്യാഷ് ഒന്നും ബാലൻസ് നിൽക്കുമ്പോൾ നമ്മളിനി 2 മാസം കഴിഞ്ഞിട്ട് കിട്ടാനുള്ള ഗോൾഡ് കൊടുക്കില്ലല്ലോ. അപ്പോൾ അത് അവർക്ക് നല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും പൊതുവേ നമ്മൾ ആരും മുഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങനെ ഗോൾഡൊന്നും അങ്ങനെ പണയം വയ്ക്കാൻ തരാനുള്ള ഗോൾഡൊന്നുമില്ല, ഞാൻ യൂസ് ചെയ്യണ മാത്രമേ ഉള്ളൂ. പിന്നെ അതുമല്ല ഇപ്പം ഞാൻ വണ്ടിയൊക്കെ എടുത്ത കാരണം ഞാൻ വണ്ടിക്കൊന്നും അധികം അങ്ങനെ ഫിനാൻസ് ഒന്നും ഇട്ട് അധികം വണ്ടിയൊന്നും കൊടുക്കാറില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വണ്ടിയൊക്കെ ഫുൾ ക്യാഷ് കൊടുത്തിട്ട് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്യാഷൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം കൊടുത്താലും കിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ കരയും പറയും ചെയ്ത് നടക്കേണ്ടി വരും. അപ്പോൾ അവരെ ഭാവം മാറിയിട്ട് നമ്മളോടിപ്പോൾ ഒരാൾ ക്യാഷ് ചോദിച്ചാൽ നമ്മൾ തരില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റയടിക്ക് നോ പറഞ്ഞ് ഒഴിവാക്കില്ലല്ലോ. നമ്മൾ കുറച്ച് ബാധ്യതകളൊക്കെ അങ്ങ് എടുത്തിട്ട് നൈസായിട്ട് അങ്ങ് ഊരിപ്പോരല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ പർച്ചേസിനൊക്കെ സംഖ്യ ചിലവാണ്, നമ്മൾ സ്റ്റോക്കിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ക്യാഷ് വേണം, അപ്പോൾ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്, ഇപ്പം അങ്ങനെ ഗോൾഡൊന്നും തരാനില്ല എന്ന് പറഞ്ഞിട്ടോ. പറഞ്ഞതോ ഇവരെ ഭാവം അങ്ങ് മാറിയിട്ടോ. ഇവരെടുത്തേക്ക് എന്നോട് ചോദിക്കാം, നീ ഇപ്പോൾ ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിച്ചിട്ടോ അല്ലെങ്കിൽ വാടക കൊടുത്തിട്ട് ഇടങ്ങറായിട്ടോ ഒന്നുമല്ലോ പുതിയ വീട് വെച്ചത്, നിനക്ക് കൊട്ടാരത്തിൽ താമസിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും വലിയ വീട് വെച്ചത്, 1650 സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീട്ടിലല്ലേ നീ താമസിച്ചിരുന്നത്, അപ്പോൾ നിൻ്റെ അഹങ്കാരത്തിനല്ലേ നീ ഇപ്പോൾ പുതിയ വീട് വെച്ചത്, അതുപോലെ തന്നെ ഈ പുതിയ വണ്ടി എടുത്ത വണ്ടിയല്ലേ ഇപ്പോൾ യൂസ് ചെയ്തിരുന്നത്, ആ വണ്ടി കൊടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് ഇപ്പോൾ 10-20 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ട് നീ പുതിയ വണ്ടി എടുത്തില്ലേ, അപ്പോൾ അതൊക്കെ നിൻ്റെ അഹങ്കാരമല്ലേ ഇത്. നോക്കണേ മനുഷ്യന്മാരെ നിറം മാറണത്, ഓന്തിന് പോലും ഇത്രയും നിറം മാറാൻ പറ്റില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അത്ര വലിയ സമാധാനത്തിൽ അങ്ങ് ജീവിക്കേണ്ടെന്ന് വെച്ചിട്ട് അവരെ വഴിക്കൊരു വെപ്പ് കേട്ടോ. കാരണം വെറുതെ അല്ല എല്ലാവരും നിനക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് പറയണത് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്താ അഹങ്കരിക്കണേ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും അഹങ്കരിക്കാറുണ്ടോ? ഒന്നാമത് എനിക്ക് ആരോട് സംസാരിക്കാനോ ഒരു സൗഹൃദം പുതുക്കാനോ ഒന്നുള്ള ടൈം പോലും ഇല്ല. പിന്നെ ഞാൻ എന്താ അഹങ്കരിച്ചു എന്നാണ് പറയണത്? ഞാൻ നന്നായിട്ട് ജോലി ചെയ്തിട്ടാണ്. ഞാൻ ഒരാളെ ചതിക്കാനോ പറ്റിക്കാനോ വഞ്ചിക്കാനോ അതല്ലെങ്കിൽ ഒരാളോട് മുഷിഞ്ഞ് സംസാരിക്കാനോ ഒരാളെ വേദനിപ്പിച്ച് സംസാരിക്കാനോ ഒന്നും ഞാൻ പോവാറില്ല. ഞാൻ ഫുൾ ടൈം എൻ്റെ ജോലിയുള്ളൂ, എൻ്റെ കുട്ടികളുടെ കൂടെ നടക്കണു, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും എൻ്റെ ലൈഫിൽ വേറൊരു സന്തോഷം ഞാൻ കണ്ടെത്താറില്ല. പിന്നെ എന്തിനാ എല്ലാവരും അങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ എന്നോട് നീ വലിയ വീട് വെക്കണോ, അതുപോലെ നീ തരം ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യണോ, ആഴ്ചക്ക് പുറത്തു പോകണോ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര അഹങ്കാരമാണ്, ക്യാഷ് ഉണ്ടെന്നുള്ള അഹങ്കാരമാണെന്ന് പറയുന്നു. എന്താ ഇതിനൊക്കെ നമ്മൾ മറുപടി പറയുക? അവർക്കത് കൊടുക്കാത്ത കാരണം ഞാൻ ഭയങ്കര അഹങ്കാരിയായി മാറി. അല്ലെങ്കിൽ അവരെന്താ പറയുന്നത്, ഒരു 10 രൂപയ്ക്ക് ഒരു ആവശ്യം വന്നാൽ എൻ്റെ മനസ്സിന് ആദ്യം ഓടിയെത്തുക നിന്നെയാണ്. അപ്പോൾ ഞാൻ വേഗം ഫോൺ എടുത്ത് നിനക്കാ വിളിക്കാമെന്ന് ചോദിച്ചിരുന്ന ആൾ തിരിച്ചു പറഞ്ഞു. കാരണം ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്തപ്പോൾ കിട്ടാണ്ടിരുന്നപ്പോഴാണ് പിന്നെ കൊടുക്കാണ്ടിരുന്നത്. കിട്ടുന്നവർക്ക് നമ്മളെപ്പോഴും തിരിച്ചു കൊടുക്കും കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇത്ര വലിയ VIP ആയിട്ടൊന്നുമല്ല. 10 രൂപ ഇപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ കയ്യിൽ വെച്ചിട്ട് നാളെ അത് വെച്ചാൽ അത് കയ്യിലിരുന്ന് ഇരട്ടിക്കൊന്നുമില്ല. അവരാവശ്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടോ എന്ന് എന്നെ വിചാരിക്കാം. പക്ഷെ തിരിച്ച് കിട്ടുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് മാത്രം. അങ്ങനെ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ റൈസ് ഒരു കുറച്ച് സമയം ഒരു 10-20 മിനിറ്റൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് റൈസ് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ.
എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് തളർത്താമെന്ന് വെച്ചിട്ട് പറയുക. കാരണം നിനക്കൊരു നല്ലൊരു കുടുംബജീവിതമല്ലല്ലോ, എന്താ അപ്പം നിനക്കൊരു കുറവുമില്ല, എന്നിട്ടും നിനക്ക് നല്ലൊരു കുടുംബജീവിതമല്ലല്ലോ, അത് നിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയതാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫുള്ളായിട്ട് ഗേറ്റൊക്കെ ഫുള്ള് പൂട്ടിയിട്ടാണ് നമ്മൾ ഷോപ്പിൽ പോവുക. പിന്നെ ഇപ്പോൾ നമ്മളെ വീടും ഗേറ്റൊക്കെ തുറന്ന് വലത്തിട്ടിട്ട് പോകാൻ പറ്റുമോ? ഇതൊക്കെ അഹങ്കാരമെന്ന് പറയുമ്പോൾ എന്താ അപ്പം ഇതിനൊക്കെ നമ്മൾ മറുപടി പറയുക? ഇതിനൊന്നും മറുപടി ഇല്ല. ഈ ഒരു വിഷയം ഞാനിവിടെ തുറന്നു പറഞ്ഞത് ഒരിക്കലും ഞാൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞതോ അതല്ലെങ്കിൽ നിങ്ങളെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഒന്നും അല്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടെ നിൽക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴും ഒക്കെ അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരായിരിക്കും, വലിയവരായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് നോ പറഞ്ഞാൽ പിന്നെ നമുക്കില്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരിക്കില്ല. നമ്മൾ അഹങ്കാരികളായിരിക്കും, തൻ്റേടികളായിരിക്കും, കണ്ടമാനം ദൂർത്തായിട്ട് കാശ് ചിലവാക്കുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെ ആയി മാറും കേട്ടോ. ഇതെൻ്റെ മാത്രം അവസ്ഥയല്ല കേട്ടോ, 90% പേരെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവരെ സങ്കടം കാണുമ്പോൾ നമ്മൾ കൊടുക്കും, പിന്നെ നമ്മൾ അവരോട് നമ്മളെ സങ്കടങ്ങൾ പറയും, കരയും, എന്തൊക്കെ തന്നെ ചെയ്താലും നമുക്കത് തിരിച്ച് കിട്ടൂല. കൊടുത്തില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി മാറും ചെയ്യും. അപ്പോൾ ഏതൊരു സൗഹൃദമായാലും നല്ല ബന്ധങ്ങളായാലും എന്തൊക്കെ ആയാലും നമ്മളേന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് മാത്രം നിൽക്കണവരോട് നമ്മൾ പെട്ടെന്ന് ബൈ പറയുക, അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം പിന്നെ ഇങ്ങനെയുള്ള വാക്കുകളോ നമുക്ക് കേൾക്കേണ്ടി വരില്ലല്ലോ. പിന്നെ പറഞ്ഞൊരു പരാതിയാണ് ഞാൻ കണ്ടമാനം ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. കാരണം അതെനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല, എൻ്റെ ഒരു ഫീൽഡാണത്. കാരണം പലരും എന്നോട് പറയും കേട്ടോ, നിങ്ങൾക്ക് പോവാത്ത ഡ്രസ്സോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാമേജ് വന്ന ഡ്രസ്സോ ഒക്കെ യൂസ് ആക്കിക്കൂടെ, നല്ല കളേഴ്സ് നല്ല മോഡലൊന്നും എടുക്കാതെ അതൊക്കെ ഇങ്ങനെ സെയിലിന് വെച്ചുകൂടെ എന്ന് ചോദിക്കൂട്ടോ. ഒരിക്കലും ഞാനത് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇട്ട ഈ നല്ല ഡ്രസ്സ് കണ്ടിട്ട് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ട് വേണം എൻ്റെ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ സെയിലായി പോവാൻ. കാരണം ഈ ഒന്ന് ഞാൻ എടുക്കുമ്പോൾ ബാക്കി 299 പോകുമ്പോൾ അതെനിക്ക് ലാഭം തന്നെയല്ലേ. അപ്പം ഞാനെപ്പോഴും നല്ല ഡ്രസ്സുകളാണ് യൂസ് ആക്കാറില്ല കേട്ടോ. എൻ്റെ മോനായാലും എന്നോട് ഏറ്റവും കാണാൻ ഭംഗിയില്ല നല്ല ഒന്ന് എടുത്തിട്ട് എന്നാ പറയുക കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഡ്രസ്സ് ഉപയോഗിക്കണ്ടേ, അതിൻ്റെ ഫീൽഡാണ്. അതെനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു 10 രൂപ ചിലവാക്കുമ്പോൾ ഞാനൊരു 10 വട്ടം ആലോചിച്ച് നോക്കും, അത് ആവശ്യമാണോ ആവശ്യമല്ലേ എന്ന് ഞാൻ ചിന്തിക്കും. കാരണം എനിക്ക് കാശിൻ്റെ വില നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ അവസ്ഥയിൽ കൂടെയും കടന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ മാത്രം ചിലവാക്കണം എന്നുള്ള ബോധം എനിക്കുണ്ടായിരിക്കും. കാരണം ഞാൻ പേടിച്ചിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. ഈ ഒരു വിഷയം ഞാനിവിടെ പറഞ്ഞത് ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സമാധാനം കളയാനോ ഒന്നും അല്ല കേട്ടോ. കാരണം നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ പേരിൽ നോ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും വരുന്ന ഒരു അവസ്ഥയാണിതെന്ന് ഓർമ്മപ്പെടുത്തിയതാണേ. അങ്ങനെ നമ്മളെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കാവേ. അപ്പോൾ ഷിനുവിനും നിച്ചുവിനും പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷംനാസിന് പപ്പടം ഇഷ്ടമില്ല. എനിക്ക് ഈ പപ്പടം ഇഷ്ടമാണെങ്കിലും ഈ പപ്പടം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ തൊണ്ടക്ക് വലിയ വേദന പോലെയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ അത് കാരണം എനിക്ക് കഴിക്കാൻ പേടിയാണ്, എന്നാലും ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാവേ. അപ്പോൾ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെന്ന് നോക്കാം. നല്ലൊരു അടിപൊളി നെയ്ച്ചോറും അതുപോലെ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയും പപ്പടവും പിന്നെ നല്ലൊരു ഈത്തപ്പഴത്തിൻ്റെ അച്ചാറും തൈരും ഇത്രയൊക്കെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യകാലങ്ങളൊക്കെ നമ്മളെല്ലാവരും വീടുകളിലും നല്ല ബെഡ്ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യൂല, നല്ല പ്ലേറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കൂല, നല്ല ബെഡ്റൂം നമ്മൾ യൂസ് ചെയ്യൂല, നമ്മളെ നല്ല സോഫ സെറ്റിൽ നമ്മൾ ഇരിക്കില്ല. അതൊക്കെ ആരോ വരുമ്പോൾ ഉപയോഗിക്കാനും ആരോ വരുമ്പോൾ ഉപകരിക്കാനും ഉള്ളതാണെന്നായിരുന്നല്ലേ. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ആ ശീലങ്ങളൊക്കെ മാറ്റി. ഇപ്പോൾ നമ്മളെ വീട്ടിലെ ഏറ്റവും നല്ല സാധനങ്ങളാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുക. കാരണം നമ്മളും ജീവിക്കല്ലേ, ഗസ്റ്റുകൾ മാത്രം ആസ്വദിച്ച് ജീവിച്ചാൽ പോരല്ലോ, നമ്മളും ജീവിക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മനസ്സറിഞ്ഞ് നമ്മൾ അധ്വാനിച്ചിട്ടല്ലേ. ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ലതല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരു ചിന്താഗതിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ പനിയുള്ള സമയത്ത് കഞ്ഞിയ കുടിക്കാന്നൊക്കെ അല്ലേ പറയാം. പനിയുള്ള സമയത്ത് നമുക്ക് കുറച്ചുകൂടി എനർജി വേണ്ടല്ലോ. അപ്പോൾ നല്ല ഫുഡല്ലേ കഴിക്കേണ്ടത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.